നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അങ്ങനെ കാത്തിരുന്ന് നമ്മൾ ഇന്ദ്രചൂടന്റെ വരവ് സെലിബ്രേറ്റ് ചെയ്തു, ഇന്ദ്രചൂടന്റെ കല്യാണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇന്ന് ഇന്ദ്രചൂടന്റെ ഹൽദിയാണ് ഗൈസ്. അങ്ങനെ മുടിയൻ ചൂടിന്റെ ഹൽദി സെലിബ്രേഷനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നല്ല തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാം ഉണ്ട്, അതിനിടയ്ക്ക് നമ്മുടെ ഹൽദി, പിന്നെ ഷൂട്ട്, ഓണം ഷൂട്ട്സ്, സൂര്യലത്തെ ഷൂട്ട്, ഉപ്പുമുളകിന്റെ ഷൂട്ട്, അങ്ങനെ കാര്യങ്ങളുടെ അപ്പുറത്തെ കാര്യങ്ങൾ അത്രയും നല്ല ഹെക്ടിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഉള്ള സമയം കൊണ്ട് ഞങ്ങൾക്ക് റെഡി ആവണം. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുണ്ട്. ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം ഷടപടെ എന്നാണ് നീങ്ങാനായിട്ട്. അപ്പം ഞങ്ങൾ എല്ലാം ഇതിനിടയ്ക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഹൽദിയുടെ നമ്മുടെ ഫൈൻ ഔട്ട്ഫിറ്റ്, അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ വിത്ത് us. പിന്നെ ഇന്ന് എന്നെ ചുന്തിരേക്കാനായിട്ട് വേറൊരു ചുന്ദരി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐശ്ചേച്ചി. സെയർ മേക്കോവർ സ്റ്റുഡിയോ എന്നാണ് വരുന്നത്. പാലക്കാടാണല്ലേ സ്ഥലം. അപ്പോൾ ഇന്ന് എന്നെ ചുന്ദരിയാക്കുന്നതൊക്കെ ചുന്ദരിയാണെന്നറിയാം. പ്രൊമോഷൻ എന്നെ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുന്ദരി തന്നെയാണ്. അമ്മടുത്ത് കുറെ മുമ്പ് പറഞ്ഞായിരുന്നു അധികത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പം ഇന്ന് ചേച്ചിയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത്. സെയർ മേക്കോവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലേ, പാലക്കാട് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ള മേക്ക് ഓവറൊക്കെ വഴിയേ കാണിക്കാം. അപ്പം നമുക്ക് ഇരുന്നാ പാലക്കാട് നല്ല എല്ലായിടത്തേക്കും പോകും. ഓൾ കേരള സർവീസ് ഉണ്ട് നമുക്കിവിടെ. നമുക്കിരിക്കാം. റെഡി. എന്റെ മുറി ഇത്ര വൃത്തിയായിട്ട് എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഞാനിപ്പോ വിചാരിക്കുന്നത് എന്താ വെച്ചാല്, ഈ എയർ നമുക്ക് ഉപയോഗിക്കാതെ വേറൊരു സംഭവം വെച്ചിട്ട് ആ കോസ്റ്റ്യൂമിന് പറ്റിയ പോലെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഫ്രണ്ടിൽ മാത്രം നമുക്ക് മാച്ച് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. കുറച്ച് പാകിസ്ഥാനി അത് തന്നെ ഞാനും രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു, പക്ഷെ എന്റെ അടുത്ത് ഉണ്ട്. എന്റെ അടുത്ത് ഞാൻ നോക്കട്ടെ, വൈറ്റും ബ്ലാക്കും ആയിട്ടുണ്ട്. അതെ, വൈറ്റ് ഉണ്ട്, അതില് ബ്ലാക്കും ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കാം പോകുമ്പോ ഇവിടെ ഇല്ലാത്ത സ്ഥലം. നമുക്ക് സമയമാണ് ആകുള്ള ഒരു പരിമിതി അതുണ്ട്. പിന്നെ ഒരു എനിക്കൊരു ചുട്ടി പ്ലേസ് ചെയ്യണമെന്നുണ്ട്. ചുട്ടി ഉണ്ടോ? എന്റെ കയ്യിൽ 2-3 ഉണ്ട്, പക്ഷെ ഒരെണ്ണം ഭയങ്കര പ്യോഗമുണ്ട്. അത് വേണ്ട. ഒരു വൈറ്റ് മിക്സും വരുന്നുണ്ട്, പിന്നെ 2-3 സിമ്പിൾ ചെറിയ കുഞ്ഞുള്ളതും വരുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്റെ കയ്യിലുള്ളത് ഞാൻ ആണെങ്കിൽ ഒന്ന് നമുക്ക് ഔട്ട്ഫിറ്റ് ആയിട്ട് കാണിച്ചാൽ മതി. അപ്പോഴാണെങ്കിലും മതി, നമുക്ക് എല്ലാം എടുത്ത് മാറി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ എത്ര വർഷമായി? ഞാൻ ഇത്തവണ കൊടുത്തില്ല. ചേച്ചി എത്ര വർഷമായി? ഞാൻ ശരിക്കും വർഷമൊക്കെ പറയുകയാണെങ്കിൽ 7 വർഷം ഒക്കെ ആയിരുന്നു. കൊറോണ സമയത്ത് നല്ലൊരു ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ 1 year 1.5 കുറച്ച് കൂടുതലായിട്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് കല്യാണം കഴിഞ്ഞു, 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ബിസിനസ്. മക്കള് ഒരാള് +1, ഒരാള് 8th. ഏകദേശം എന്റെ പ്രായമാണല്ലോ. അതെ അതെ. എന്താ സ്ട്രീം ചെയ്താ? ആള് കമ്പ്യൂട്ടർ സയൻസ്. എന്തെങ്കിലും ഒരു ബോ പോലെ വെക്കാറില്ല നമ്മളെ മുഖത്തേക്ക്. ബോ പോലെ വെക്കണോ? ബേബി ഹെയർ ഉണ്ട്, എന്തായാലും ഇറങ്ങി വരും. ഈ സാധനങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങി കുറെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഈ കോർണറിലേക്ക് ആക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. പതുക്കെ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞോ? ഇറങ്ങി ഐശ്വര്യ തുടങ്ങാം. എന്നനുസരിച്ചാലും തന്നെ കരച്ചിൽ തന്നെ കരച്ചിൽ. കണ്ണ് കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ചെറുതുമാണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം പോലെ ആക്കാം. ഞങ്ങൾ ഐഷാഡോ ഇട്ടു. അപ്പോൾ അമ്മ വേറെന്തോ മൈക്ക് എടുക്കാൻ പോയിരിക്കും. ലെൻസും ഇട്ട് ഗൈസ്. എന്ത് കളറാന്ന് പറയുമോ? ഗ്രീൻ. മറ്റേ പ്രേതങ്ങൾക്കൊക്കെ ഏത് കളർ ലെൻസ് വെക്കാറ്? അത് ഏത് കളർ വെക്കും? റെഡ് വെക്കൂ ആണല്ലേ. വൈറ്റ് ഒക്കെ ഇട്ട് മറ്റേ പുതുമഴ അത് നമുക്ക് അതും ചെയ്യാമായിരുന്നു. അടുത്തറിയില്ല. സാധാരണ ഉറക്കത്തിന് ഞാൻ മേക്കപ്പ് തുടങ്ങി അപ്പോൾ ഉറങ്ങുന്ന കൂട്ടത്തിലുള്ള ആളാണ്.
ബ്രഷ് മുഖത്ത് തൊട്ടി അപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതങ്ങനെ എടുത്തോളാ ചേച്ചി. മാറിയില്ല എന്നുള്ളതല്ലേ. അത് നമുക്ക് ഒരാളെ നമ്മൾ വിഷ്വലി കാണുന്ന വരെ നമുക്ക് നമ്മുടെ ബിലീഫ്സിനെ ഇത് ചെയ്യാറ്. കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു എനിക്ക് എന്താ മനസ്സുകൊണ്ട് ഇത്താന്ന് വിളിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വിളിക്കണതാണോ ഇഷ്ടം? എനിക്ക് ചേച്ചി നൽകിയതായിട്ട് ഇഷ്ടമുണ്ട് ബി ഓണസ്റ്റ്. പക്ഷെ കാണുമ്പോ നമുക്ക് ശരിക്കും ആവശ്യമില്ല, പക്ഷെ ഉറക്കത്തിന്റെ കുറവൊക്കെ കൊണ്ട് കൂടുതലായിട്ടുണ്ട്. ഉറക്കൊക്കെ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയി തോന്നുന്നുണ്ട്. ഇതൊന്നും ഇടാൻ ഇതല്ല. എനിക്ക് സന്തോഷം ആരെങ്കിലും ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്റെ മുഖത്ത്. ഇന്ന് വരെ കിട്ടുമെന്ന് ഞാൻ എന്റെ മുഖത്ത് വരെ ഇടിച്ചിട്ടില്ല. അല്ല ഇടിക്കാത്ത ആരും ഇതൊരു ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. അതെ, ഒന്നത് സ്കിന്ന് അത്ര ആയിട്ടില്ല. അല്ല അങ്ങനെ ഞാൻ സാധാരണ വർക്കിന് പോകുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടേ പോവാറുള്ളൂ. അല്ലെങ്കിൽ മുഖം ഒരുമാതിരി ഇരിക്കുന്നു എനിക്ക് തന്നെ അറിയാം. ഇത് പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സാമോ ഇതോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് എന്ന് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വർത്താനം പറഞ്ഞിങ്ങനെ തലക്കൊരു തട്ട് തട്ടാൻ മതിട്ടോ, അപ്പം ഞാൻ മിണ്ടാണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്റ്റീവായിരിക്കുന്ന ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് സുഖം. അത് ചേച്ചി പതിയെ ഇത് മാറ്റി പറഞ്ഞോളൂ. കാര്യമായിട്ടാ പറയുന്നത്. അയ്യോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പം മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു മൽപ്പിടുത്തം പോലെയാ. അതിങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോനെ ലിപ്സ്റ്റിക് ഇട്ടട മിണ്ടാണ്ടിരിക്കട കുട്ട, എടാ ഒരു മിനിറ്റ് ഇട്ട് ഓർത്തട, അങ്ങനെയൊക്കെ ആവും. നോക്കാം. ഇത്രയും ഭയങ്കരമായിട്ട് ചേച്ചിയും ഭയങ്കരമായിട്ട് വർത്താനം പറയുന്നോണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നത് ഓർക്കുണ്ടോ? ഞാൻ കുറച്ച് നേരത്തെ വരുന്നത് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അതൊരു ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുണ്ടോ? അത് പച്ചക്കണ്ണിന് കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. ഗോൾഡ് കളർ ഒരു ഐസ് ചെയ്തിട്ടുണ്ട്. ബ്രൗണും സ്ഥിരം ബ്രൗണാണ് കിട്ടാറ്. ആദ്യമായിട്ട് പച്ച പിടിക്കണം. ഇപ്പൊ ഞാൻ സംസാരിച്ചില്ലെങ്കിലും ശിവാനി സംസാരിച്ചോണ്ടേയിരുന്നോളൂ. കാരണം ഞാൻ ചിലപ്പോ കോൺസെൻട്രേഷൻ സാധാരണ ഫേസിൽ തൊടുമ്പോഴത്തേക്കും ഉറങ്ങണ ആളാണ്. ഇന്ന് പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒന്നാമത് ഞാൻ ഐ ഹാവ് നോട്ട് ബീൻ ടു ഹൽദി. ഇതുവരെ ഞാൻ പോയിട്ടില്ല ഹൽദിക്ക്. അപ്പോൾ അതേ ഞാൻ എക്സൈറ്റഡ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ മുടിയൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് വലിയ ഫാക്ടർ വരുമ്പോഴത്തേക്കും ഐ എം ലൈക്ക് എന്റെ ഇന്നത്തെ സ്ട്രെസ് ബസ്റ്റർ ആണ് ഈ ഹൽദി. ഒരു ചേട്ടന്റെ കല്യാണത്തിന് പോണ എന്നാ എനിക്ക് ഉള്ള ഒരു ചേട്ടന്റെ കല്യാണം ബോസ് ഉപ്പുമുളകും തുടങ്ങിയതിന് പിറ്റേ ദിവസമായിരുന്നു. ബിസി ആയിരുന്നു. അല്ല, ഉപ്പുമുളകും തുടങ്ങി പിറ്റേ ദിവസം പറയുമ്പോൾ ഞാൻ എനിക്ക് എത്ര 8 വയസ്സേ ഉള്ളൂ. ഒരു ബോധവും ഇല്ലാത്ത പ്രായമായിരുന്നു അന്ന്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് വിഷമിക്കുന്നുണ്ട്. ചേട്ടന്റെ കല്യാണം ഇന്ന് വെച്ചാൽ പോലായിരുന്നു. എന്റെ അച്ഛന്റെ ചേച്ചിയുടെ മോൻ, എന്റെ വലിയേട്ടൻ. അപ്പോൾ അങ്ങനെ അതിനുശേഷം കാത്തിരുന്ന് വന്ന വേറെ എനിക്ക് ഇന്ന് വരെ അങ്ങനെ വേറെ ആരുടെയും കല്യാണം അങ്ങനെ കിട്ടിയിട്ടില്ല. ഏട്ടന്മാരും ഇല്ല, കല്യാണം കഴിക്കാൻ പ്രായത്തിന് ചേച്ചിമാരും ഇല്ല. ഇതാണ് ഇനി വന്ന ഒരു കല്യാണം. ഇതും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊരു കല്യാണമായിരുന്നു. പിന്നെ കൊണ്ടാടുക അത്രേ ഉള്ളൂ. ഇനി വേറൊന്നും ഇല്ല. ഇത് ഞാൻ കമ്മലൂരട്ടെ. ലിപ്സ് എപ്പോഴും നല്ല ഡ്രൈ ആവോ? നല്ല ഡ്രൈ ആവും. കീറിയിട്ട് ലിപ്സിന്റെ ഇതിന്റെ ഉള്ളിലോട്ട് ഞാനൊരു സംഭവം ഇപ്പം തരാം. അതിൽ കുറച്ച് അത്യാവശ്യം നല്ല മോയ്സ്റ്റ് നിൽക്കും. എന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ബാക്കിയിടാം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ പോകാറില്ല. ഞാൻ ഈ ഓണത്തിന് ഞങ്ങൾക്ക് 18-ാം തീയതി മിക്കവാറും ഷൂട്ട് തുടങ്ങും. അപ്പൊ 15-ാം തീയതി വരെ ഇവിടെയാ. കാരണം എൻ്റെ ഏട്ടൻ്റെ ഈ പറഞ്ഞില്ലേ ഉപ്പുമുളകിൽ കല്യാണമായിരുന്നു എന്ന്. ആ ഏട്ടൻ്റെ ഇപ്പൊ കുട്ടിയായി, കുട്ടിക്ക് 2 വയസ്സായി.
എന്തായാലും ഒരു ദിവസം പാലക്കാട്ടോട്ട് വരും വരും. ബിരിയാണി ഇഷ്ടമാണോ? ബിരിയാണി ഇഷ്ടാ. അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. കല്യാണം എവിടെ വെച്ചിട്ടാ? അമ്മ പോയിട്ട് വരുമെങ്കിൽ ഞങ്ങൾക്കിവിടെ ശീലായി. പിന്നല്ല ഓക്കെ. വേദനയ്ക്കാണെങ്കിൽ പറയണേ. ഷുഗർ. അപ്പൊ ഹൽദിക്ക് ഇങ്ങനെ ഒരു ലുക്ക് നന്നാവും എന്തായാലും. ഇതൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇത് പറ്റുകയാണെങ്കിൽ ഇതും കേൾ വെച്ച് ഇത് സെറ്റ്. എനിക്കൊന്ന് മിറർ തരുമോ? ഞാൻ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒന്ന് നോക്കിക്കോളൂ മിറർ. ഓ ആ ഇത് നമുക്ക് ഇതിപ്പോൾ ഹമ്പൊന്നും വേണ്ട, നമുക്കിങ്ങനെ പ്ലെയിൻ ആയി തന്നെ ഇടാം. ഓക്കെ. പ്ലെയിൻ ആയിട്ട് ഇവിടെ കുത്താം. ഇവിടെ എന്തെങ്കിലും ബ്രൈഡ് കൊടുത്തിട്ട് അതും ഇങ്ങടേക്കായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്തിരി ഒന്ന് പഫി ആയിട്ട് കൊടുക്കാം, ഒട്ടി വെക്കണ്ട എന്നുള്ള ഒരു രീതിക്ക്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് പൗഡർ. ഓക്കെ. എന്നാലേ നിൽക്കുള്ളൂ, കുറെ നേരത്തേക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഞാൻ ഒന്ന് ഹെയറിൽ വെക്കാനുള്ളൊരു പച്ചക്കണ്ണ്. പച്ചക്കണ്ണുണ്ടെങ്കിൽ സന്തോഷമായിട്ട് വയ്യ. എനിക്ക് എന്റെ മുടി ഇരിക്കുന്നതിന് സന്തോഷമായിട്ട് വയ്യ. ഇത് ഒരു പാകിസ്ഥാനി പഞ്ചാബി ഒക്കെ ചേരും. ഈ ചുട്ടിയാണത്. ഇത് ചുട്ടിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. ഇത് വേണമെങ്കിൽ ഇവിടെ കൂട്ടണോ? അല്ല, ബാക്കിൽ വേണമെങ്കിൽ വെക്കാം. ഈ സംഭവങ്ങൾ വേറെയുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ കല്യാണത്തിന് അനുബന്ധിച്ചിട്ടിരിക്കും. പിന്നെ ഇത് ഇങ്ങനത്തെ വൈറ്റ് എനിക്ക് ആ മാർക്സ് ഒന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഓ Let's go guys. ഹാപ്പി അല്ലേ? യെസ് വെരി 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 മച്ച് ഹാപ്പി. എൻ്റെ താജ്മഹൽ സ്വപ്നങ്ങൾ ഒരെണ്ണമെങ്കിലും പൂർത്തീകരിക്കപ്പെടുന്നുണ്ടല്ലോ. അമ്മ വന്നതും അതാ പറഞ്ഞത്. ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നേ. അപ്പൊ പിന്നെ അവരാരും അയ്യോ അമ്മയെ കാണിച്ചില്ലല്ലോ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പോലൊരു വ്യക്തി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ട് ഞാൻ അന്ന് ചാച്ചാജിയാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ലാഷിന്റെ കാര്യം എല്ലാം അറിഞ്ഞോ? എന്താ ഞാൻ കളിക്കണ്ടേ? ഫോൺ എടുത്തു തരൂ.